കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന അതിവേഗ റെയിൽ പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഉടൻ ഉണ്ടായേക്കുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും പദ്ധതി സംസ്ഥാന സർക്കാരിനെ ഒരു തരത്തിലുള്ള ബാധ്യതയും ഉണ്ടാക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനാവശ്യമായ സാമ്പത്തിക ക്രമീകരണങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശിക്കുന്ന ഇടക്കാല റിപ്പോർട്ടാണ് സംസ്ഥാന സർക്കാരിനെ സമർപ്പിച്ചിട്ടുള്ളതെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ വ്യക്തമാക്കി. പദ്ധതി വൈകുന്തോറും നിർമ്മാണ ചെലവ് വർദ്ധിക്കുമെന്നും തിരുവനന്തപുരത്തും കോഴിക്കോടും നിർദ്ദേശിക്കപ്പെട്ട ലൈറ്റ് മെട്രോ പദ്ധതികളുടെ അവസ്ഥ അതിവേഗ റെയിലിന് ഉണ്ടാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അനുമതി ലഭിച്ചാൽ ഈ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകാത്ത രീതിയിലുള്ള ഇടക്കാല റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ആകെ 608 കെട്ടിടങ്ങളെയാണ് പദ്ധതി ബാധിക്കുക. പ്രാഥമിക പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാണിത്. ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയായ ശേഷം ഈ ഭൂമി പഴയ ഉടമകൾക്ക് കൃഷി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ചെറിയ തുകയ്ക്ക് പാട്ടത്തിന് നൽകാം. കൃഷിയും ചെറിയ രീതിയിലുള്ള നിർമ്മാണങ്ങളുമെല്ലാം ഇതിൽ സാധ്യമാകും. എന്നാൽ വലിയ നിർമ്മാണങ്ങൾ പറ്റില്ല. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മാണം. പിന്നീട് രണ്ടാം ഘട്ടമായി കാസർകോട്ടേക്ക് നീട്ടാനാകും. മണിക്കൂറിൽ 200 കിലോമീറ്ററിന് മുകളിൽ വേഗതയിലുള്ള ട്രെയിൻ സർവീസ് കേരളത്തിലെ സാഹചര്യങ്ങൾക്ക് ഗുണകരമല്ല. കേരളത്തിൽ ജനവാസ മേഖലകൾ കൂടുതലാണ്. അതിനാൽ സ്റ്റേഷനുകൾ അടുത്തടുത്ത് വേണം. 800 രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഉദ്ദേശിക്കുന്നത്. ഓരോ 5 മിനിറ്റിലും ട്രെയിൻ സർവീസ് ഉണ്ടാകും. ഒരു ദിവസം 2.2 ലക്ഷം ആളുകൾക്ക് യാത്ര ചെയ്യാം. ഒരു ട്രെയിനിൽ 800 യാത്രക്കാരെ ഉൾക്കൊള്ളുമെന്നും 12 കോച്ചുകളാണ് ഉള്ളതെന്നും മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞു.